ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. അപ്പം എൻ്റെ കസിൻ ബ്രദറിൻ്റെ കല്യാണമാണ്. അപ്പോൾ കല്യാണത്തിൻ്റെ തലേ ദിവസം എടുത്തിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ. അപ്പം എൻ്റെ വ്ളോഗ് ഉണ്ടല്ലോ, ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് കാണാൻ വേണ്ടി നോക്കിട്ടോ. അപ്പോൾ കുടുംബത്തിൽ കല്യാണമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ പറയണ്ട, തിരക്കോട് തിരക്കാണ്. മെഹന്തി ഇടല്, പർച്ചേസിങ്, അങ്ങനെ എന്തൊക്കെയായിരിക്കും. അപ്പോൾ ഇതാ നമ്മൾ മെഹന്തിയുടെ പരിപാടിയാണ് ഉണ്ടാകും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് മെഹന്തി ഇട്ടാൻ വേണ്ടിയിട്ട്, എനിക്കും എൻ്റെ സിസ്റ്റർക്കൊക്കെ മെഹന്തി ഇട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ആൾ നന്നായിട്ട് മെഹന്തി ഇട്ടാ. അങ്ങനെ നമുക്കെല്ലാം അടിപൊളിയായിട്ട് മെഹന്തിക്ക് ഇട്ടന്നിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് മെഹന്തിക്ക് കഴുകാൻ വരെ ടൈമില്ലേന്. ഇതാ ലാസ്റ്റ് മിനിറ്റ് ചെറിയൊരു ഷോപ്പിങ്ങും കൂടി ബാക്കിയുണ്ട് കേട്ടോ. അപ്പം ചില്ലറയൊക്കെ ഡ്രസ്സ് മര്യാദക്ക് കിട്ടിയിട്ടുണ്ടായില്ല. കളറ് പറഞ്ഞിട്ടുണ്ടായത് കല്യാണത്തിൻ്റെ തലേന്നത്തെ ഡ്രസ് കോഡ് പറഞ്ഞിട്ടുണ്ടായത് പീച്ച് കളറേനു. അപ്പോൾ ആ ഒരു കളറിലുള്ള ഡ്രസ്സ് സെറ്റായിട്ടുണ്ടായിട്ടില്ല. അപ്പം അങ്ങനെ കിട്ടുമോ നോക്കാൻ വേണ്ടി ഇറങ്ങിയതിന്. അങ്ങനെ നമ്മൾ എങ്ങനെയൊക്കെയോ ഒന്ന് രണ്ടെണ്ണം ഒപ്പിച്ചെടുത്തിട്ടുണ്ടേനു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ടിനെയും കൂട്ടിയിട്ട് നേരെ നമ്മൾ അവൽ മിൽക്ക് കുടിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. എൻ്റെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ അവൽ മിൽക്ക് കുടിച്ചിട്ടില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനമൊക്കെ ഇടന്നു. ഇവിടുത്തെ ഷവർമ കഴിക്കാൻ ഇനി സത്യത്തിൽ അമ്മ വന്നിട്ടുണ്ടായത്. അപ്പത്തേനും അടുത്ത ഷവർമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിന്. പിന്നെ നമ്മൾ സ്ഥിരം ഐറ്റം അവൽ മിൽക്ക് തന്നെ പറഞ്ഞിട്ടാ. ഒരു കണക്കിന് നോക്കിയാലേ ഷവർമ കിട്ടാഞ്ഞത് നന്നായി. ഇമാതിരി ചൂടിനൊക്കെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ചൂടിൽ എന്തെങ്കിലും കഴിക്കുന്നതിനേക്കാളും നല്ലതാണ് എന്തുകൊണ്ടും ഇങ്ങനെ തണുപ്പിക്കാൻ പറ്റുന്ന എന്തെങ്കിലും കഴിക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കും പോയി, നമ്മളെ വീട്ടിലേക്കും പോയിട്ട് ഇപ്പം തന്നെ ടൈം ഒരുപാടായിട്ടുണ്ട്. നമുക്ക് 6 മണിക്ക് ഫംഗ്ഷൻ തുടങ്ങുന്നതിന് പറഞ്ഞിട്ടുണ്ടായേ. പക്ഷെ എന്തായാലും 6 മണിക്ക് നമ്മൾ വീട്ടിലെത്തുന്നേ ഉള്ളൂ. അപ്പോൾ പിന്നെ എന്തായാലും ആ ടൈമിൽ പോകാൻ പറ്റില്ല. പിന്നെ ഇതുവരെ ഒരു പരിപാടിക്ക് നമ്മൾ നേരത്തെ കാലത്തെ പോയൊരു ചരിത്രമൊന്നും ഇല്ലല്ലേ. ആ ചരിത്രം തിരുത്തും വേണ്ട. നമ്മളിത് 6:30 കഴിഞ്ഞ് പിന്നെ ഉണ്ടാ ഒരുങ്ങാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് ഈ ഒരു പീച്ച് കളർ സൽവാറാണ് ഞാൻ വേറെ എന്നുള്ളത്. ദിവസം നമ്മളൊക്കെ കൂടിയിട്ട് ഒരു നല്ലൊരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കണം എന്ന് വിചാരിച്ചിന്. പക്ഷെ തിരക്കിൻ്റെ ഇടയിൽ ഒന്നും പറ്റിയിട്ടില്ല. സഡ്ഡപ്പെട്ടേന്നുള്ള ഒരുക്കരുന്നിട്ടാ. അങ്ങനെ പെട്ടെന്ന് തന്നെ ഒരുങ്ങിയിട്ട് നമ്മൾ കല്യാണ വീട്ടിലേക്ക് പോകുന്നുണ്ട്. പോയപ്പോൾ നമ്മൾ ലേറ്റ് ആണെന്ന് കേട്ടോ. നമ്മളെ മനസ്സിൽ ഫുള്ള് നമ്മൾ ലേറ്റ് ആയിട്ടാണ് എത്താന്നൊക്കെ ഉണ്ടായി. പക്ഷേങ്കിൽ നമ്മൾ പോകും ഏകദേശം കറക്റ്റ് ടൈമിന് പരിപാടിയൊക്കെ ഏകദേശം നമ്മളെ കലാപരിപാടികളൊക്കെ ഏകദേശം തുടങ്ങുന്നേ ഉണ്ടായിട്ടില്ലല്ലോ. അങ്ങനെ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടേനി. നമ്മൾ കയറിപ്പോകുമ്പോൾ ഫ്രണ്ട് തന്നെ ഇതാ നമ്മളെ വെൽക്കം ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മളെ ബ്രൈഡും ഗ്രൂമും. അങ്ങനെ നേരെ അകത്തേക്ക് കയറിയിട്ടാ. ഈ ഒരു ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലേക്കെല്ലാം ഞാൻ എൻ്റെ ക്യാമറ കൊണ്ട് പോയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ എയറിലായിരിക്കും. അങ്ങനെയൊന്നുമില്ല സംഭവം. എൻ്റെ ഫാമിലിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. ഞാൻ എന്ത് പറഞ്ഞാലും അതിന് നിന്ന് തരുന്ന ടൈപ്പ് ഫാമിലിയാണ്. അപ്പം ഇതേനും എൻ്റെ ഒരു ഫുൾ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട കേട്ടോ. അപ്പം മാലിക്കും എല്ലാം ഫുള്ള് തുയ്യനും ഫോട്ടോക്ക് ചിരിച്ച് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മളെ കസിൻസ് എല്ലാവരും കൂടിയിട്ട് ഇതെല്ലാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഫോട്ടോ എടുക്കാനുള്ള കഷ്ടപ്പാടാണ് ഈസ്. അങ്ങനെ നമ്മൾ കസിൻസ് എല്ലാവരും ആയിട്ട് ഫോട്ടോസ് എടുക്കൽ, വീഡിയോസ് എടുക്കലായിട്ട് തിരക്കായിരുന്നു. പിന്നെ അധികം ആൾക്കാരൊന്നും സ്റ്റേജിലില്ലാത്ത ടൈം നോക്കിയിട്ട് നമ്മൾ കുറച്ചധികം നല്ല ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോയത്. അപ്പം നെയ്ച്ചോറും ഇറച്ചിക്കറിയും പിന്നെ സാലഡും അച്ചാറും അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ അങ്ങനെ കഴിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഒരാൾ ഭയങ്കര കരിങ്കാളികളായിരുന്നു. കാര്യം വീട്ടിൽ നിന്ന് കണ്ടാൽ എന്നെ മൈൻഡാക്കാത്ത മുതലാണ്. ഇപ്പോൾ പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഞാനുമായിട്ട് കളിക്കാനാണ് മൂപ്പർക്ക് തിരക്ക്. അങ്ങനെ എടുത്തിട്ടുണ്ടായ ഒരു ക്ലിപ്പ് ചെയ്ത് ഇത് എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ കണ്ടപ്പോണ്ടല്ല എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ നമ്മൾ വീണ്ടും കല്യാണ പന്തലിലേക്ക് തന്നെ പോയിട്ടുണ്ട്. എല്ലാവരും ഗ്രൂമിൻ്റെ കൂടെ ഫോട്ടോസൊക്കെ എടുക്കുന്ന തിരക്കിലായിരുന്നു. പിന്നെ ഭയങ്കര ചൂടുവാണ്. പിന്നെ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ മാലിക്കുവിന് വേറെ മൂടാണ്. അങ്ങനെ ഓനെയും കൂട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിന്. അങ്ങനെ പോകുന്ന വയൽ എൻ്റെ അനിയത്തിനെയും അനിയനെയും ഒക്കെ വലിച്ചു കയറ്റിയിട്ടുണ്ടായിന്. അങ്ങനെ നേരെ നമ്മൾ പോയത് നമ്മളെ തൊട്ടടുത്തുള്ള ഒരു പെട്രോൾ പമ്പിലേക്ക് കണ്ടാ. കാര്യം വണ്ടിക്ക് എണ്ണ അടിക്കാനൊന്നും അല്ല, കാര്യം നമുക്കൊന്ന് ചായ പിടിച്ച് ഉഷാറാവാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ചായ പിടിക്കാത്തതുകൊണ്ട് തന്നെ ലൈം സോഡയും ഇട്ടാ പറഞ്ഞിട്ടുണ്ടായപ്പോൾ ലൈം സോഡ ഇല്ലാണ്ട് എനിക്കൊരു ജീവിതമില്ല. എൻ്റെ കൂടെ കൂടിയിട്ട് കൂട്ടത്തിലുള്ള എല്ലാവരെയും ഞാൻ വഷളാക്കിയിട്ടുണ്ട്. എല്ലാവരും ലൈം സോഡ തന്നെ ഇട്ടാ വാങ്ങിയിട്ടുണ്ടായി. അങ്ങനെ നമ്മളെല്ലാവരും ലൈം സോഡയും പിന്നെ ഒരു കിൻഡർ ജോയൊക്കെ വാങ്ങിയിട്ടുണ്ടായിന്. ഞാൻ കിൻഡർ ജോയ് കഴിച്ചിട്ട് കുറേ കാലമായിട്ടാണ്. പിന്നെ ഐസോ അങ്ങനെ പറഞ്ഞപ്പോൾ വാങ്ങിയതേനി. അതിപ്പോൾ നമ്മളെല്ലാവരും കൂടി കഴിച്ചു. ഐസോനാണെങ്കിൽ ടോയ്സ് മാത്രം മതിയേനി. ഞാനും വേർത്തില്ലാത്തതുകൊണ്ട് ഇത് നമ്മൾ വാങ്ങാറേ ഇല്ല. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ അതാ കല്യാണ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ പോയി കഴിഞ്ഞപ്പോഴത്തേനും പരിപാടി ഏകദേശം തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മളെ പുതിയാപ്പേൻ്റെ പാട്ടോട് കൂടിയിട്ട് നമ്മളെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഫാമിലിയിൽ കല്യാണം വന്നിട്ടുണ്ടല്ലോ. കല്യാണത്തിൻ്റെ തലേ ദിവസം രാത്രിയാണ് ഏറ്റവും അടിച്ചുപൊളി ഉണ്ടാവുക. അപ്പം ആ ഒരു മൊമെന്റ്സ് ഒക്കെ ആണ് ഞാൻ കൂടുതൽ ഇതിനകത്ത് കാണിക്കുന്നുള്ളത്. നമ്മളെ കസിൻസ് എല്ലാവരും ഒന്നിച്ചു കൂടൽ വളരെ അപൂർവമാണ്. ഇങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷൻസ് വന്നാൽ മാത്രമാണ് നമ്മളെല്ലാവരും ഒന്ന് കാണുക തന്നെ ചെയ്യുക. അപ്പം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയണ്ട, ഭയങ്കര വൈബായിരിക്കും. പുതിയാപ്പിള അതിൻ്റെ അപ്പുറത്തെ വൈബിന്. അതുകൊണ്ട് തന്നെ കല്യാണം നല്ല അടിപൊളിയായിരുന്നു.
തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ടാവില്ലേ? തന്നെ എല്ലാരും കൂടിക്കഴിഞ്ഞാൽ ഒന്നും പറയേ വേണ്ട വരൂല. അത്രയ്ക്ക് അടിപൊളിയായിരിക്കും. ഇതിപ്പോ നമ്മളെ ഫാമിലി മാത്രമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമുക്കൊരു ചമ്മല് നാണക്കെട്ട് അങ്ങനത്തെ നമുക്കൊന്നും ഉണ്ടാവുകയേ ചെയ്യില്ല. നമ്മൾ അടിച്ച് പൊളിക്കൽ തന്നെ ആയിരിക്കും. ഇതിപ്പോ നമ്മളെ ഫാമിലിയിൽ കുറെ നാൾക്ക് ശേഷം കിട്ടിയൊരു കല്യാണേന്. അതുകൊണ്ട് തന്നെ അതിന്റേതായ എക്സൈറ്റ്മെന്റ് എല്ലാവരിലും ഉണ്ടേനു. പിന്നെ ഈ ഒരു പരിപാടി ഉണ്ടല്ല, ഇതിനേക്കാളും ഇറങ്ങാക്കാൻ പറ്റിയ കുറെ ആൾക്കാർ നമ്മളെ ഫാമിലിയിൽ ഉണ്ട് കേട്ടോ. പക്ഷെ അവർക്ക് ആർക്കും നമ്മളെ കല്യാണത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പറ്റിയില്ല. കൂടുതലും പ്രവാസികളാണ് കേട്ടോ. അപ്പൊ അവർക്കൊക്കെ ഈ ഒരു കല്യാണം മിസ്സായ പോലെ അവരൊക്കെ നമുക്ക് നല്ലോണം മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം അരങ്ങാക്കുന്നതിന്റെ എക്സ്ട്രീം ആൾക്കാരാണ് കേട്ടോ കൂടുതലും. ഫോട്ടോസ് അങ്ങനെ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റേജിന്റെ ഭാഗത്തേക്ക് പോല സ്റ്റേജിന്റെ പുറത്തുനിന്ന് എല്ലാവരും കൂടി നല്ല രീതിക്ക് കൈമുട്ടി പട്ടൊക്കെ ഉണ്ടായിന്. അപ്പൊ അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഓരോരുത്തരായിട്ട് സ്റ്റേജിൽ കയറിയിട്ട് നമ്മളെ ഫാമിലിയിൽ കുറച്ച് അധികം പാടുന്നവരും ഡാൻസ് ചെയ്യുന്നവരും ഒക്കെ ഉണ്ടായിന്. അപ്പൊ അവരെ ഓരോരുത്തരുടെ പരിപാടിയായിട്ട് പിന്നെ അങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ നല്ല ഡാൻസ് ഒക്കെ കാണുന്ന ടൈമിലുണ്ടല്ലോ നമ്മൾ ആ ഒരു പാട്ടിൽ തന്നെ കാണണം. പക്ഷെ കോപ്പിറൈറ്റ് വരുന്നോണ്ട് നമുക്ക് അതിന് പറ്റൂല. എന്നാലും കുഴപ്പമില്ല, നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇതിപ്പം ഗ്രൂമിന്റെ സിസ്റ്റേഴ്സ് ഒക്കെ കൂടിയിട്ട് പഠിച്ചിട്ടുണ്ടായതാണ്. ചെറുതായിട്ട് പഠിക്കാനുള്ള ടൈമിൽ അവർക്ക് കിട്ടുമല്ലോ. എന്നാൽ അവർ അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടു നിന്ന് എല്ലാവരും ഉണ്ടല്ലോ വായും പൊളിച്ച് നോക്കി നിന്നൊരു പെർഫോമൻസ് ആയിട്ടാ ഈ മുതലിൻ്റെത്. സംഭവം എന്ന് വെച്ചാല് ഇവള് ഡാൻസിന് ഇത്രയും പ്രോ ആന്നുള്ളത് നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല. സ്റ്റേജിലേക്ക് ഓളെ ഉന്തി വിട്ടതാണേലും സ്റ്റേജ് പൊള്ളിച്ചടുക്കിയിട്ട് മൂപ്പർത്തെ തിരിച്ചിറങ്ങിയിട്ടുണ്ടായത്. ഈ മുതൽ ഇത് ഒറ്റയ്ക്ക് പഠിച്ചാന്ന് നിങ്ങൾ വിശ്വസിക്കോ? ഞാൻ വിശ്വസിച്ചിട്ടില്ല കേട്ടാ. എന്നെ തെറ്റു പറയണമെങ്കിൽ അത്രക്ക് അടിപൊളിയായിരുന്നു. ഡാൻസും പാട്ടും ഒക്കെ മിക്സ്ഡ് ആയതുകൊണ്ട് നമുക്കിതിലൊരു ബോറടി ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞപ്പം പുതിയ പള്ളുടെ ഉമ്മാരെ വക പാട്ടൊക്കെ ഉണ്ടായിരുന്നു. പണ്ട് കോളേജും സ്കൂളെല്ലാം ഭരിച്ച മൊയിലാളിമാരാണ് കുടുംബത്തിലുള്ളത്. എല്ലാം നല്ല ഗായകന്മാരും ഗായികമാരൊക്കെ ആണിടോ. പിന്നെ ഇതിലൊന്നിലും ഇല്ലാത്ത എന്നെ പോലത്തെ കുറെ എണ്ണം ഉണ്ടേനും. പിന്നെ നമുക്ക് ഈ പാട്ടും ഡാൻസും ഒന്നും അറിയില്ലെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ മാത്രം മതി. ഇപ്പം കല്യാണത്തലേന്നാണല്ലോ. ഇനിയിപ്പം കല്യാണ പിറ്റേന്ന് നാളെ മോർണിംഗ് ആണ് കേട്ടോ കാനത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പരിപാടി വേഗം തീർക്കാനൊക്കെ പ്ലാൻ ഒക്കെ ഉണ്ട്. നിക്കാഹ് മുന്നേ കഴിഞ്ഞാണെങ്കിൽ കൂടിയതൊരു 2 മണി വരെയൊക്കെ പരിപാടി ഉണ്ടാവലുണ്ട്. ഇതിപ്പം നാളെ രാവിലെ ആയതുകൊണ്ട് വേഗം തന്നെ പരിപാടി തീർത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മളെ റീൽസ് എടുക്കൽ പരിപാടിയൊക്കെ ഉണ്ടേന്. ഈ ഒരു സെറ്റപ്പ് ഉണ്ടപ്പോ തന്നെ ഇത് ഏത് റീലാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ ഈ ഒരു റീൽ ഉണ്ടല്ല ഞാൻ ഷോർട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടേനി. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടോ കിട്ടാം. നമ്മളെല്ലാം വെയിറ്റ് ചെയ്തെന്നൊരു പരിപാടിയാണ് കേട്ടോ. DJ അവസാന നിമിഷം ഒരു DJ സോങ് ഇട്ടങ്ങ് തരും. അത് പിന്നെ നമ്മക്കുള്ളതാണ്. അപ്പൊ അതിന്റെ അടിച്ചുപൊളിയാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ഈ ഒരു ടൈം ആയപ്പോഴത്തേനുണ്ടല്ല കുട്ടിമണികളെല്ലാം ഓരോന്നോരോന്നായിട്ട് ഉറങ്ങിപ്പോയിട്ടുണ്ടായിന്. അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ റിസ്ക് ഒക്കെ ആണ്. എന്നാലും കുഴപ്പമില്ല. ഇതൊന്നും കാണാണ്ട് പോയിട്ടുണ്ടെങ്കിൽ നശിച്ചായിരിക്കും. ചേട്ടാ പാട്ട് വെക്കാൻ കഴിയാത്ത വല്ലാത്ത ഇഷ്ടമാണ് കേട്ടോ. എന്നാലും കുഴപ്പമില്ല. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു വൈബൊക്കെ കിട്ടും. ഇതിപ്പോ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ സൈഡ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ഉറക്കുറങ്ങിയുണ്ടല്ല എപ്പോൾ എണീക്കാന്ന് പഠിച്ചോനിക്ക് അറിയാൻ പറ്റും. അപ്പം പിന്നെ നാളത്തെ കാനത്തിന്റെ ടൈമിലെത്തലെല്ലാം കണക്ക് തന്നെയാണ്. അപ്പൊ നമ്മളിതാ എല്ലാരും കൂടിയിട്ട് വീട്ടിലേക്ക് പോകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ ഒരു കൊല്ലത്തേക്ക് കല്യാണം കിട്ടിയില്ലേലും വെക്കില്ല. അതിനുള്ളത് ഈ ഒരു ഒറ്റ പരിപാടി കൊണ്ടായിട്ടുണ്ട്. അപ്പം ഈ ഒരു സ്പെഷ്യൽ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ ഓക്കേടാ.